ലോകകപ്പിന് മുൻപുള്ള അവസാന 2020 മത്സരത്തിന് ഇന്ത്യയും ന്യൂസിലൻഡും കാര്യവട്ടത്തിറങ്ങും. സഞ്ജു സാംസൺ ഇത്തവണ തിരുവനന്തപുരത്ത് കളിക്കുമെന്ന പ്രതീക്ഷയിലാണ് മലയാളികൾ. രാത്രി 7 മണിക്കാണ് മത്സരം. 5 മത്സരങ്ങളുടെ പരമ്പരയിൽ 3 ജയിച്ച് ഇന്ത്യ നേരത്തെ തന്നെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. 4ാമത്തെ മത്സരത്തിൽ വമ്പൻ വിജയം നേടി ന്യൂസിലാൻഡ് വിജയവഴിയിൽ തിരിച്ചെത്തി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മികച്ച വിജയം നേടി ലോകകപ്പിന് ഇറങ്ങാനാകും ഇന്ത്യയുടെയും ന്യൂസിലാൻഡിന്റെയും ശ്രമം. ഇന്നത്തെ മത്സരത്തിൽ സഞ്ജു സാംസണാണ് ഹൈലൈറ്റ്. ജന്മനാട്ടിൽ സഞ്ജു ഫോം വീണ്ടെടുക്കുന്നത് കാണാനാണ് കാര്യവട്ടത്തേക്ക് ആരാധകർ ഒഴുകിയെത്തുന്നത്. ബാറ്റിംഗിന് അനുകൂലമായ പിച്ചിൽ വെടിക്കെട്ട് പ്രകടനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ലോകകപ്പിൽ ആദ്യ 11-ൽ സ്ഥാനം പിടിക്കാൻ മികച്ച ഇന്നിംഗ്സ് തന്നെ സഞ്ജുവിന് പുറത്തെടുക്കേണ്ടതുണ്ട്. Sanju is the senior player. He is very good. He's been playing. Obviously, our job is to keep him in a good frame of mind, and he practice and he works hard. So we all know what Sanju is capable of. So I don't think anything more to say about Sanju because he's been really good for India. So സഞ്ജു ഒഴികെയുള്ള മുൻനിര ബാറ്റർമാരെല്ലാം പരമ്പരയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതാണ് ടീം ഇന്ത്യയുടെ ആത്മവിശ്വാസം. ബുംറയുടെ നേതൃത്വത്തിലുള്ള ബൗളിംഗ് നിരയ്ക്കും ന്യൂസിലാൻഡിനെ പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ട്. ക്യാപ്റ്റൻ മിച്ചൽ സാന്റ്നറുടെ ഓൾറൗണ്ട് മികവിലാണ് ന്യൂസിലാൻഡിന്റെ പ്രതീക്ഷ. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ പുരുഷ ടീം കാര്യവട്ടത്തിറങ്ങുന്നത്. 9 വർഷങ്ങൾക്കു ശേഷമാണ് ന്യൂസിലാൻഡും ഇവിടെ കളിക്കാനെത്തുന്നത്. 2017-ൽ ഇവിടെ നടന്ന ആദ്യ അന്താരാഷ്ട്ര മത്സരത്തിൽ ന്യൂസിലൻഡായിരുന്നു ഇന്ത്യയുടെ എതിരാളികൾ. ഏറെ സമയവും മഴയെടുത്ത 8 ഓവർ മത്സരത്തിൽ 6 റൺസിനായിരുന്നു ഇന്ത്യൻ വിജയം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.